عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. കനത്ത മഴയ്ക്കിടയിലും എൻ്റെ ശബ്ദം എല്ലാവർക്കും കേൾക്കുന്നുണ്ടാകും എന്ന് ഞാൻ ആദ്യം വിശ്വസിക്കുന്നു. ഞാൻ കൊടും ചൂടിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ മഹത്തായ ഈ രാജ്യത്തിൻ്റെ ഒരു ഉദാഹരണമായി എന്താണ് നിങ്ങൾ ആദ്യമായി കണ്ടത് എന്ന ചോദ്യത്തിന് എനിക്ക് പറയാനാവുക, ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ മാർച്ച് മാസങ്ങളിൽ മാത്രം വിരിയുന്ന ഒരു പൂവുണ്ട്. വലിയൊരു പൂന്തോട്ടമാണ്. ഏകദേശം 100ഓളം ഏക്കർ കണക്കിന് വിശാലമായി കിടക്കുന്ന ഒരു പൂന്തോട്ടം ആകെ തുറക്കുന്നത് മാർച്ച് മാസത്തിലാണ്. ആ മാർച്ച് മാസത്തിലെ ആ പൂന്തോട്ടത്തിൻ്റെ പ്രത്യേകത, ഒരേ ഒരു തരം പൂക്കൾ മാത്രമാണ് അവിടെ വിരിയുന്നത്. ആ പൂവിൻ്റെ പേര് തുലിപ്പ് എന്നാണ്. ഈ തുലിപ്പ് പൂക്കൾ കാണാൻ വേണ്ടിയാണ് ഒരു മാസം 15 ലക്ഷത്തിലേറെ സഞ്ചാരികൾ ശ്രീനഗറിലേക്ക് എത്തിച്ചേരുന്നത്. ഒരേ ഒരു മാസം 15 ലക്ഷം സഞ്ചാരികൾ എത്തിച്ചേരുന്നത് ശ്രീനഗറിൽ വിരിയുന്ന ഈ പൂക്കൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ തുലിപ്പൂക്കളുടെ പ്രത്യേകത, അതിന് വർണ്ണവൈവിധ്യങ്ങളാണ്. 100ലേറെ വർണ്ണവൈവിധ്യങ്ങൾ ഈ ഒരൊറ്റ പൂവിലുണ്ട്. ഒരു കളറും 2 കളർ ചേർന്നതും 3 കളറുകൾ ചേർന്നതും ഒക്കെയായി വളരെ മനോഹരമായ പൂക്കളാണ് ഈ തുലിപ്പൂക്കൾ എന്ന് പറയുന്നത്. മാർച്ച് മാസത്തിൽ മാത്രം വിരിയുന്ന ഈ പൂക്കളിൽ 15 ലക്ഷം പേർ ഒരു മാസം ഇത് കാണാൻ വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അത്ഭുതം നമുക്ക് വളരെ വേഗം മനസ്സിലാവും. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വൈവിധ്യത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മളെല്ലാവരും വൈവിധ്യം ഉള്ളവരാണ്. നമ്മൾ ഒരേ സമൂഹമാണ്, ഒരേ മനുഷ്യരാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലെ കഴിവുകൾ വ്യത്യസ്തമാണ് എന്നതിൻ്റെ ഒരു മനോഹരമായ ഉദാഹരണമായി ഞാൻ ശ്രീനഗറിൽ നിന്ന് തുടങ്ങി എന്ന് മാത്രം. ഞാൻ 2021 മുതലാണ് ഒരു ചെറിയ യാത്ര തുടങ്ങിയത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിൻ്റെ ടൂറിസ്റ്റ് പ്ലേസുകളിലൂടെയല്ല, എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഞാൻ കണ്ട കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് പങ്കുവെക്കാം എന്നതാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം. അങ്ങനെ പറയുമ്പോഴേക്കും നിങ്ങളുടെ ഇവിടുത്തെ തീമിൻ്റെ ഒരു ഉദാഹരണമായി അത് മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കണ്ട കാഴ്ചകൾ വ്യത്യസ്തമാണ്. ഓരോ മനുഷ്യരും അവരുടെ ജീവിത രീതികളിൽ എങ്ങനെയാണ് അവരുടെ സാധ്യമായ ജീവിത രീതികൾ ഉണ്ടാക്കിയെടുത്തത് എന്നതിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് എൻ്റെ യാത്രയിൽ ഉടനീളം ഞാൻ കണ്ടത്. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ഉത്തർപ്രദേശിലെ മലിഹാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയത്. ഈ മലിഹാബാദ് എന്ന് പറയുന്ന സ്ഥലം ലോകത്തിൻ്റെ മാമ്പഴ തലസ്ഥാനമാണ്. ലോകത്തിൻ്റെ മാമ്പഴ തലസ്ഥാനം. നമ്മുടെ ഈ ലോകത്ത് ആകെ മാമ്പഴങ്ങളിൽ 45% വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ മാമ്പഴം ഉണ്ടാകുന്നത്. അതിൻ്റെ വൈവിധ്യപൂർണമായ മാമ്പഴങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. അൽഫോൻസോ, ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള മാമ്പഴത്തിൻ്റെ പേര് അൽഫോൻസോ എന്നാണ്. ഏറ്റവും രുചികരമായ മാമ്പഴങ്ങൾ പലതുമുണ്ട്. മാൽഡ, ദശേരി, ചൗസ, ഇങ്ങനെ തുടങ്ങി ഉത്തരേന്ത്യയിൽ വിവിധ തരത്തിലുള്ള മാമ്പഴങ്ങളുണ്ട്. ഈ മാമ്പഴങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്താണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ മാമ്പഴങ്ങൾ ഉണ്ടാകുന്നത്. ഉത്തർപ്രദേശിൽ തന്നെ മലിഹാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മാമ്പഴങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്തെയാണ്
ലോകത്തിൻ്റെ മാമ്പഴ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ആ മാമ്പഴ തലസ്ഥാനത്തിൽ ഏറ്റവും മനോഹരമായൊരു കാഴ്ച ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടത്, ഒരു മരത്തിൽ 300-ലേറെ തരം മാമ്പഴങ്ങൾ. ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ്റെ കഴിവ്. അദ്ദേഹം ഒരു മരത്തിൽ ഗ്രാഫ്റ്റിംഗ് ചെയ്ത്, നമ്മുടെ നാട്ടിലൊക്കെ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് ഈ ഗ്രാഫ്റ്റിംഗ് ടെക്നോളജിയിലൂടെ വിവിധ മരങ്ങളിൽ നിന്ന് അതിങ്ങനെ ചെയ്ത് പിടിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒരു മരത്തിൽ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് 300-ലേറെ തരം മാമ്പഴങ്ങൾ ഒരൊറ്റ മരത്തിൽ ഉണ്ടാക്കിയെടുത്തു എന്ന പ്രത്യേകത പത്മശ്രീ കലീമുല്ലാ ഖാൻ അർഹതപ്പെട്ടതാണ്. അദ്ദേഹം 7ാം ക്ലാസ് മാത്രം പഠിച്ച, അതുതന്നെ 7ാം ക്ലാസ്സിൽ തോറ്റ് പഠനം നിർത്തിയ ഒരു മനുഷ്യൻ, അദ്ദേഹം തൻ്റെ കഴിവ് കണ്ടെത്തിയത് കൃഷിയുടെ മേഖലയിലാണ്. അദ്ദേഹം നല്ല കർഷകനായി മാറി. അദ്ദേഹത്തിന് വിശാലമായൊരു തോട്ടമുണ്ട്. ആ തോട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മരം വളരെ സംരക്ഷണത്തോടെ നിർത്തിവെച്ചിരിക്കുന്നത് ഈ മരമാണ്. 150-ലേറെ വർഷം പഴക്കമുണ്ട് ഈ മരത്തിന്. ഈ മരത്തിൻ്റെ പ്രത്യേകത, എല്ലാ സീസണിലും അതിൽ മാമ്പഴങ്ങൾ ഉണ്ടാകും. ഈ സീസണിൽ ഉണ്ടാകുന്ന മാമ്പഴങ്ങളിലല്ല അടുത്ത സീസണിൽ ഉണ്ടാവുക. ഏത് സമയത്ത് പോയാലും ആ മരത്തിൽ മാമ്പഴം ഉണ്ടാകും. 300-ലേറെ തരം മാമ്പഴങ്ങൾ ആ മരത്തിൽ മാത്രമുണ്ട്. ആലോചിച്ച് നോക്കൂ, ഒരു പഠനവും പഠിക്കാത്ത 7ാം ക്ലാസ്സിൽ തോറ്റൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടെത്തിയത് കൃഷിയുടെ മേഖലയിലാണ്. ഒരു പക്ഷെ നമ്മൾ മണ്ണിലിറങ്ങി കളിക്കുന്ന ആ രീതിയിലൊക്കെയുള്ള ഒരു മേഖലയിൽ അദ്ദേഹം നേടിയെടുത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ്, പത്മശ്രീയാണ് ലഭിച്ചത്. എന്താണ് അദ്ദേഹം ചെയ്തത്? ഇതുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അതിലൊരു വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണം എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. ലോകത്ത് അങ്ങനെ ഒരു മരം ലോകത്തെവിടെയുമില്ല. മനോഹരമായൊരു മരമാണ്. ഒരു കൊമ്പിൽ തന്നെ 20 ചില്ലകളുണ്ടാകും. ഈ 20 ചില്ലകളിലും വ്യത്യസ്ത 20 മാമ്പഴങ്ങളാണ്. ഞാനത് കണ്ട് അത്ഭുതപ്പെട്ടു. ഒന്നിൻ്റെ കളറ് വ്യത്യാസമാണ്, അതിൻ്റെ ഇലകൾ പോലും വ്യത്യാസമാണ്. അങ്ങനെ ഒരു മനുഷ്യന് നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും നമ്മളെല്ലാവരും വ്യത്യസ്ത മനുഷ്യരാണ്. നമുക്ക് ഏത് വിഷയത്തിലാണോ കഴിവുള്ളത്, ഏതു മേഖലയിലാണോ നമുക്ക് തിളങ്ങാൻ സാധിക്കുക, ആ മേഖലയിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലം വരെ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുമെന്നതിൻ്റെ തെളിവാണ് ഈ മാമ്പഴത്തിൻ്റെ മരം, ഈ മാവ് എന്ന് ഞാൻ ഉദാഹരണമായി പറയുകയാണ്. മനുഷ്യനെന്ന് പറയുന്നത് ജീവിക്കാൻ ഏതു സാധ്യതയും കണ്ടെത്തുന്ന ഒരു വിഭാഗമാണ്. നമ്മളുടെ അത് ഞാൻ ഇവിടെ പറയണമെന്നൊന്നുമില്ല, ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ സാധ്യതകൾ കണ്ടെത്തുന്ന മനുഷ്യരാണ്. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തിനനുസരിച്ച് ഏതു വിധേന ജീവിക്കണമെന്ന് നമ്മൾ സാധ്യതകളിലൂടെ കണ്ടെത്തി ജീവിക്കും. ഈ അടുത്താണ് ഞാൻ ജയ്സാൽമീറിൽ പോയത്. ജയ്സാൽമീറിൽ ഞാൻ മുമ്പ് പോയിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത് ഞാൻ ഒരു കാഴ്ച കാണാൻ വേണ്ടി മാത്രം പോയിരുന്നു. അത് മരുഭൂമിയിലെ ഒരു കിണർ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ജയ്സാൽമീറിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമിയാണ്. നമ്മുടെ താർ എന്ന വാഹനം ആ അർത്ഥത്തിലാണ് വരുന്നത്. താർ മരുഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി. ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി, ഈ താർ മരുഭൂമിയുടെ 90% കിടക്കുന്നത് നമ്മുടെ രാജ്യമായ ഇന്ത്യയിലാണ്. അതിൻ്റെ 10% കിടക്കുന്നത് പാകിസ്ഥാനിലാണ്. പക്ഷേ പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും ഏറ്റവും വലിയ മരുഭൂമിയുടെ പേര് താർ എന്നാണ്. ഈ താർ മരുഭൂമിക്ക് നടുവിൽ ചില മനുഷ്യർ ജീവിക്കുന്നുണ്ട്. നല്ല ചൂടാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശത്തിൻ്റെ പേര് കൂടി ജയ്സാൽമീർ എന്നാണ്. ഈ ജയ്സാൽമീറിൽ താപനില ഒരു പക്ഷേ 55 വരും. ഞാൻ ഈ അടുത്ത് പോയപ്പോൾ എനിക്ക് 48 ഡിഗ്രിയാണ് താപനില കിട്ടിയത്. പുറത്തിറങ്ങിയാൽ ഇങ്ങനെ വിങ്ങുന്ന, നമ്മളെ ഇങ്ങനെ ഉരുകിക്കളയുന്ന ചൂടാണ് ആ സമയത്ത് നമ്മൾ അനുഭവിക്കാനാവുക. ആ സമയത്തും ഈ കാഴ്ചകളിലേക്ക് ഞാൻ പോകാനുണ്ടായ ഒരു കാരണം, എനിക്ക് ഒരു വർഷം മുമ്പാണ് മരുഭൂമിയിൽ ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ പ്രത്യേകത, 2 അടി മാത്രം വീതിയുള്ള ഈ കിണറിന് 300 അടി താഴ്ചയുണ്ട്. ഇതിൽ നിന്നൊരു മനുഷ്യന് വെള്ളം കോരിയെടുക്കുക അസാധ്യമാണ്. അത് വെള്ളം കോരിയെടുക്കുന്നത് അവിടുത്തെ ഒട്ടകങ്ങളാണ്. ഈ കാഴ്ചകളെക്കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോൾ ഒരു വർഷം മുമ്പാണ് ഞാൻ അവിടേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് സാധിച്ചില്ല. അന്ന് ഞാൻ ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുന്നത്, ഓപ്പറേഷൻ സിന്ദൂർ വരുന്നത്. ജയ്സാൽമീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ അതിർത്തിയാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ ഷെല്ലാക്രമണങ്ങൾ നടന്നപ്പോൾ ഈ അതിർത്തി ഗ്രാമങ്ങളെല്ലാം പൂർണ്ണമായും അടച്ചു.
ഞാൻ ഏറെ നിരാശയോടെ എൻ്റെ ട്രെയിൻ ക്യാൻസൽ ചെയ്തു. ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഏതു വിധേന അങ്ങോട്ട് പോകാൻ സാധിക്കുമെന്ന് ആലോചിക്കുന്ന സമയത്താണ് കഴിഞ്ഞ മാസം എനിക്ക് പോകാനായത്. ഞാൻ അന്ന് രാജസ്ഥാനിലെ ചിപ്പാല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ചിപ്പാലയിൽ നിന്ന് ഏകദേശം 9 മണിക്കൂർ യാത്ര ചെയ്താലാണ് ജയ്സാൽമീർ എന്ന് പറയുന്ന സ്ഥലത്തും എത്തുക. ഈ ജയ്സാൽമീറിൽ നിന്നും പിന്നീട് ഒരു 3 മണിക്കൂർ സഞ്ചരിച്ചാലാണ് എവിടെ എത്തിച്ചേരുക? ഈ ഗ്രാമത്തിൽ എത്തിച്ചേരുക. അതിൽ 1 മണിക്കൂർ മരുഭൂമിയിലൂടെ സഞ്ചരിക്കണം, എന്നാലാണ് ഈ ഗ്രാമം എത്തിച്ചേരുക. രണ്ടും കൽപ്പിച്ചാണ് ഞാൻ പോകുന്നത്. അവിടെയുള്ളവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവിടെ നെറ്റ്വർക്ക് ലഭ്യമല്ല. കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കി അവർ തീർച്ചയായും മരുഭൂമിക്ക് നടുവിൽ തന്നെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി യാത്ര ചെയ്യുകയാണ്. തലേന്ന് യാത്ര ആരംഭിച്ച് ജയ്സാൽമീറിൽ തങ്ങി പിറ്റേന്ന് രാവിലെ 3 മണിക്കൂർ സഞ്ചരിച്ച് 2 മണിക്കൂർ ഔദ്യോഗിക പാതകളിലൂടെയും പിന്നീട് 1 മണിക്കൂർ മരുഭൂമിയിലൂടെ. ഞങ്ങളുടെ വാഹനം എർട്ടിഗയായിരുന്നു. അതിൻ്റെ ടയറിലെ കാറ്റൊക്കെ കുറച്ച് ഒഴിച്ച് ഞങ്ങളുടെ കൂടെ ഒരു യാത്രികൻ, നല്ല ഡ്രൈവിംഗ് ഒക്കെ കുറച്ച് നന്നായി അറിയുന്ന ഒരാളാണ്. അദ്ദേഹം മരുഭൂമിയിലൂടെ ഇങ്ങനെ വാഹനം ഓടിച്ചു. മരുഭൂമി ഇടയ്ക്ക് വാഹനത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തും, അതിൻ്റെ ടയറുകളെ ആലിംഗനം ചെയ്യും. പിന്നീട് ഏറെ കഷ്ടപ്പെട്ടാണ് ഈ ടയറിനെയും മരുഭൂമിയെയും തമ്മിൽ പിരിച്ച് പിന്നീടും യാത്ര തുടരുന്നത്. വളരെ പെട്ടെന്ന് ഒന്ന് സ്ലോ ആണെന്ന് തോന്നിയാൽ പോലും അതവിടെ നിന്നിട്ടുണ്ടാകും. പിന്നീട് ഒരുപാട് കഷ്ടപ്പെട്ട് വേണം ഈ ടയർ അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ. ഈ കാഴ്ചകൾ ഞാൻ കാണാൻ പോയി. ആ മരുഭൂമിയുടെ നടുവിലുള്ള ഗ്രാമത്തിലെത്തിയപ്പോൾ മനോഹരമായ കാഴ്ച അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കിണറിൽ നിന്നും ഇങ്ങനെ വെള്ളം കോരിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗ്രാമീണർ. ഞാൻ തേടിയ കാഴ്ചയാണ് എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. ആലോചിച്ച് നോക്കൂ, മരുഭൂമിക്ക് നടുവിൽ ജീവിക്കുന്ന മനുഷ്യർ, അവർക്ക് വെള്ളം അത്യാവശ്യമല്ലേ? ഈ നമ്മൾ മുൻകാലങ്ങളിൽ നദീതട സംസ്കാരങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? സിന്ധു നദീതട സംസ്കാരം, നൈൽ, അതുപോലെ ടൈഗ്രീസ് ആൻഡ് യൂഫ്രട്ടീസ്. ഈ നൈൽ, ഇത്തരം നദീതട സംസ്കാരങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്? അവർ വെള്ളത്തിൻ്റെ ലഭ്യത അനുസരിച്ചാണ് അവർ ഈ പ്രദേശങ്ങളിൽ അവരുടെ കൃഷിയും വാസവും ഒക്കെ ആരംഭിച്ചത്. അങ്ങനെയാണ് BC-യിലും അതുപോലെ നമ്മൾ ഏറെ കാലങ്ങൾക്ക് മുൻപ് ഈ നദീതട സംസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ രൂപപ്പെടുന്നത്. വെള്ളത്തിൻ്റെ ലഭ്യതയുള്ളിടത്താണ് എന്ത് സാധ്യമാവുക? ജീവിതം സാധ്യമാവുക എന്നതുകൊണ്ടാണ്. പക്ഷെ മരുഭൂമിക്ക് നടുവിൽ ചുറ്റും മണലാരണ്യങ്ങൾ മാത്രമുള്ള ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ജീവിതം സാധ്യമാവുക എന്ന അന്വേഷണത്തിൽ നിന്നും മനുഷ്യർ കണ്ടെത്തിയ മാർഗമാണ് മരുഭൂമിയിലെ ഈ കിണർ. ഒരു കിണറിന് 300 അടി താഴ്ചയുണ്ട്. ആലോചിച്ച് നോക്ക്, നമ്മുടെ ഇവിടുത്തെ കുഴൽ കിണറിന് പോലും അത്ര അടി താഴ്ചയില്ല. പക്ഷെ ഒരു 2 അടി മാത്രം വീതിയുള്ള, എന്നാൽ 300 അടി താഴ്ചയുള്ള ഒരു കിണർ എങ്ങനെ കുഴിച്ചെടുത്തു എന്ന ചോദ്യത്തിന് ആ ഗ്രാമീണർ അറിയില്ല എന്ന് മാത്രമാണ് മറുപടി പറഞ്ഞത്. മുൻകാലങ്ങളിൽ എപ്പോഴോ മനുഷ്യർ അവരുടെ അതിജീവനത്തിന് വേണ്ടി കുഴിച്ചെടുത്ത കിണറാണ്. ആ കിണറിൽ നിന്ന് മനുഷ്യർക്ക് വെള്ളം കോരിയെടുക്കുക സാധ്യമല്ല. പകരം എന്താണ് അതിൻ്റെ രീതി? ഒരു തൊട്ടിയും കയറും ഈ കിണറിലേക്ക് താഴേക്കിട്ട് അതിൽ നിന്നും വെള്ളം കോരിയെടുത്തു എന്ന് ഉറപ്പുവരുത്തിയാൽ 2 ഒട്ടകങ്ങളെ അതിൻ്റെ ചുമലിൽ മരക്കഷ്ണങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ടാകും. ആ ഒട്ടകങ്ങളുടെ ഈ മരക്കഷ്ണത്തിൽ അത് ബന്ധിപ്പിച്ച് ഇതിനെ മുന്നോട്ട് തെളിക്കുകയാണ്. 300 അടി മുന്നോട്ട് തെളിക്കുമ്പോൾ ഈ തൊട്ടി ഇങ്ങനെ ഉയർന്നു വരും. അതിൽ നിന്നും വെള്ളം ശേഖരിക്കും, അവിടെ നിന്നും കയർ ഊരിയെടുക്കും. പിന്നീട് വീണ്ടും അത് കിണറിലേക്ക് താഴ്ത്തും. വീണ്ടും അത് അപ്പോഴേക്കും ഒട്ടകങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരും. വീണ്ടും അത് ഒട്ടകങ്ങളുടെ കഴുത്തിൽ ബന്ധിപ്പിക്കും. വീണ്ടും മുന്നോട്ട് തെളിക്കും. അങ്ങനെ മനോഹരം എന്ന് പറയുന്നത് ഒരു ആലങ്കാരികമായി പറയുന്നതാണ്. ആ കാഴ്ചകൾക്കൊട്ടും മനോഹാരിതയില്ല എന്നത് മറ്റൊരു കാര്യം. ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ അതിജീവനത്തിന് വേണ്ടി അവരുടെ സാധ്യത കണ്ടെത്തി. മരുഭൂമിയിൽ വെള്ളം തെളിഞ്ഞു. നമ്മൾ മരീചിക, മരുപ്പച്ച എന്നൊക്കെ പറയുന്നിടത്ത് യാഥാർത്ഥമായൊരു മരുപ്പച്ച മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്നു. അതാണ് മനുഷ്യന്റെ സാധ്യത. അഫലം യൻദുറു ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹ വസയ്യനാഹ വമാ ലഹാ മിൻ ഫുറൂജ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു ഖാഫിൽ പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെയായിരിക്കണം. നമ്മൾ സാധ്യതകളെ കണ്ടെത്തണം. ആലോചിച്ച് നോക്കൂ, അഫലം യൻദുറു ഇലസ്സമാഇ ഫൗഖഹും, നിങ്ങൾ മുകളിലുള്ള ആകാശത്തേക്ക് നോക്കുന്നില്ലേ? കൈഫ ബനൈനാഹ, 3 പ്രക്രിയകൾ അവിടെ പറയുന്നുണ്ട്. കൈഫ ബനൈനാഹ, നമ്മൾ എങ്ങനെയാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. വസയ്യനാഹ, അതിനെ ഭംഗിയുള്ളതാക്കി, അതിനെ
മോഡിഫിക്കേഷൻ ചെയ്തു. വമാലഹ മിൻ ഫുറൂജ്, അതിന് യാതൊരു ന്യൂനതകളുമില്ലാത്ത വിധം നമ്മൾ അതിനെ മോഡിഫിക്കേഷൻ ചെയ്തു ഭംഗിയായി നിലനിർത്തിയിരിക്കുന്നത് കാണുന്നില്ല എന്ന ചോദ്യത്തിന് നമ്മുടെ കഴിവുകളിലൊരു 3 പ്രക്രിയകളുടെ 3 പോർഷൻ്റെ സാധ്യതയെ അവിടെ അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ഇങ്ങനെ ലോകത്തെല്ലായിടത്തും മനുഷ്യൻ വസിക്കുന്നിടത്തെല്ലാം ഈ സാധ്യതകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ലോകത്ത് പേർഷ്യൻ വീൽ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. ഈ പേർഷ്യൻ വീൽ എന്ന് പറയുന്നത് ഇന്നാണ് നമുക്ക് വൈദ്യുതിയും ഡീസലും പെട്രോളും ഒക്കെ ലഭ്യമായത്. മുൻകാലത്ത് കിണറുകളിൽ നിന്നും കുളങ്ങളിൽ നിന്നും വെള്ളം ശേഖരിക്കാൻ മറ്റു സാധ്യതകളൊന്നുമില്ല, മറ്റു ഇന്ധനങ്ങളൊന്നുമില്ലാത്തൊരു കാലത്ത് നൈൽ പുരാതന ഈജിപ്തിൽ കണ്ടെത്തിയ പുരാതന പേർഷ്യയിൽ കണ്ടെത്തിയ ഒരു സംവിധാനമാണ് പേർഷ്യൻ വീൽ എന്നറിയപ്പെടുന്നത്. ഇന്ന് പേർഷ്യൻ വീൽ അവശേഷിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഗ്രാമം ചിപ്പാല എന്ന ഗ്രാമമാണ്. ലോകത്ത് തന്നെ ഇത്തരം കാഴ്ചകൾ അവശേഷിക്കുന്ന ചുരുക്കം ചില ഗ്രാമങ്ങൾ മാത്രമേ ഉള്ളൂ. ഏത് കാലമാണ് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഫറോവമാരുടെ കാലത്താണ് ഈ കാഴ്ചകൾ ഉണ്ടാകുന്നത്, പേർഷ്യൻ വീൽ ഉണ്ടാകുന്നത്. പുരാതന പേർഷ്യയിലേക്കും പിന്നീട് ഡൽഹിയിലേക്കും രാജസ്ഥാനിലേക്കും ഹരിയാനയിലേക്കും ഒക്കെ എത്തിച്ചേർന്ന ഈ കാഴ്ചകൾ ഇന്നും അവശേഷിക്കുന്ന ലോകത്തെ ചുരുക്കം ചില ഗ്രാമങ്ങളിലൊന്ന് രാജസ്ഥാനിലെ ചിപ്പാല എന്ന ഗ്രാമമാണ്. ഈ പേർഷ്യൻ വീൽ എന്ന് പറയുന്നത് മനോഹരമായ ഒരു സ്ട്രക്ചറാണ്. അതായത് 2 കാളകളെ മുന്നിൽ നിർത്തി ഈ കാളകളെ ഇങ്ങനെ ചുറ്റും നടത്തിക്കുമ്പോൾ, ഒരു വട്ടത്തിൽ കറക്കിയെടുക്കുമ്പോൾ, വെള്ളത്തിൽ തൊട്ടികളുമായി ഒരു കുറഞ്ഞ തൊട്ടികൾ ഈ കുളത്തിൽ നിന്നും കിണറിൽ നിന്നും ഇങ്ങനെ വെള്ളം കോരിയെടുത്ത് മുകളിലെ പാത്തിയിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്ന ഒരു രംഗമാണ് ഇത്. നമ്മുടെ ഇക്കാലത്ത് ഒരു കാരണവശാലും നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആവശ്യകത ഇല്ല. കാരണം ഇലക്ട്രിസിറ്റി വന്നു, പെട്രോൾ വന്നു, ഡീസൽ വന്നു, ഇതിൻ്റെ ആവശ്യകതയൊക്കെ എന്നോ നിർത്തിപ്പോയി. പക്ഷേ ഉത്തരേന്ത്യയിലെ ചില ഗ്രാമങ്ങളിൽ വൈദ്യുതിയുടെ ലഭ്യത ഇപ്പോഴും വളരെ കുറവായതുകൊണ്ട് ഈ കാഴ്ചകൾ അവശേഷിക്കുന്നു എന്ന് മാത്രം. രാജസ്ഥാനിലെ ചിപ്പാല എന്ന ഗ്രാമത്തിൽ മനുഷ്യൻ്റെ അത്തരം സാധ്യതകളെ നമുക്ക് കാണാൻ സാധിക്കും. ആ സാധ്യത ഇതാണ്: മറ്റു ഇന്ധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. 2 കാളകൾ ഉണ്ടായാൽ മാത്രം എത്ര ആഴമുള്ള കിണറിൽ നിന്നും വെള്ളം മുകളിലേക്ക് എത്തിക്കാനും പിന്നീട് അത് നല്ല ചാലുകൾ നൽകി കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള സാധ്യത മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ അങ്ങനെയുള്ള വ്യത്യസ്തമായ കഴിവുള്ളവരായിരിക്കണം. നമ്മളെ ഓരോരുത്തരും വ്യത്യസ്തരാണ്. എന്നെ പോലെയല്ല ഇവിടെ ഇരിക്കുന്ന മറ്റാരും. നിങ്ങളെപ്പോലെ ഒന്നുമല്ല ഞാൻ. നമ്മളിലൊക്കെ വ്യത്യസ്തമായ കഴിവുകളാണുള്ളത്. ഞാനൊരു ഉസ്താദായിരിക്കും, ഇവിടെയുള്ളതും ഉസ്താദാണ്. പക്ഷേ ഉസ്താദുമാരുടെ പോലും കഴിവ് വ്യത്യസ്തമാണ്. ഒരാൾക്ക് പ്രസംഗത്തിലായിരിക്കും കഴിവുള്ളത്, ഒരു പക്ഷേ എഴുത്തിലായിരിക്കും മറ്റൊരാൾക്കുള്ളത്. നമ്മുടെ സാധ്യത ഏതിലാണെന്ന് വളരെ വേഗം കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കാൻ ഇപ്പോൾ തന്നെ നമ്മൾ മുതിർന്നാൽ തീർച്ചയായും അതിൻ്റെ മാറ്റം നമ്മുടെ ഭാവിയിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ രാജ്യത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന് ജമ്മു കാശ്മീറാണ്. ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു തലപ്പാവ്, ഒരു കിരീടം കണക്കെ നിൽക്കുന്ന ഈ ജമ്മു കാശ്മീരിലെ സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത് 1300കളിലാണ്. 1300കളിലാണ് ഇറാനിൽ നിന്ന് മീർ സയ്യിദ് അലി ഹംദാനി എന്നു പേരുള്ള ഷാഹെ ഹംദാൻ എന്നറിയപ്പെടുന്ന ഒരു സൂഫി വര്യൻ കാശ്മീരിലെത്തുന്നത്. നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രമാണത്. ആ സൂഫി പണ്ഡിതന്റെ പ്രത്യേകത, അദ്ദേഹം വരുന്നത് ഒറ്റക്കല്ല, പകരം അദ്ദേഹത്തിൻ്റെ കൂടെ 700ഓളം ശിഷ്യഗണങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം പേർഷ്യയിൽ നിന്ന്, ഇന്നത്തെ ഇറാനിൽ നിന്ന് കുടിയേറുന്നത് നല്ല സുന്നി സൂഫി പണ്ഡിതനാണ്. അദ്ദേഹം പേർഷ്യയിൽ നിന്ന് കാശ്മീരിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ 700ഓളം വരുന്ന ശിഷ്യഗണങ്ങളുമായാണ്. ഈ 700 ശിഷ്യന്മാർക്കും പ്രത്യേകതകളുണ്ടായിരുന്നു. അതാണ് ഈ വേദിയിൽ ഇത് ഞാൻ ഉദ്ധരിക്കാനുള്ള കാരണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വ്യത്യസ്തരായതുപോലെ ഈ സൂഫി വര്യൻ്റെ, ഷാഹെ ഹംദാനി എന്ന് പറയുന്ന ഈ സൂഫി വര്യൻ്റെ 700 ശിഷ്യന്മാരും വ്യത്യസ്തരായിരുന്നു. അവർ 700 പേരും വ്യത്യസ്ത മേഖലകളിൽ കഴിവുള്ളവരായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ജമ്മു കാശ്മീരിലെ ഏത് സംസ്കാരത്തിൻ്റെയും പിന്നിൽ ഈ 700 ശിഷ്യഗണങ്ങളാണ്. ഞാനൊരിക്കൽ കാശ്മീരിലെ മട്ടൻ ഹരീസയെക്കുറിച്ച് കഥ പറഞ്ഞിട്ടുണ്ട്. ഈ മട്ടൻ ഹരീസ എന്ന് പറയുന്നത് കാശ്മീരിലെ
മഞ്ഞുകാലത്തെ ഒരു പ്രാതലാണ്. മഞ്ഞുകാലത്ത് അതിരാവിലെ മട്ടൻ ഹരീസയാണ് ഇവർ കഴിക്കുക. ഇത് പരിചയപ്പെടുത്തിയത് ഈ സൂഫി വര്യൻ്റെ ശിഷ്യരിൽപ്പെട്ട ഒരാളാണ്. അവരിൽ ഒരാൾ നല്ല ഷെഫായിരുന്നു, നല്ല പാചകക്കാരനായിരുന്നു. അദ്ദേഹം അതിൽ മികവ് തെളിയിച്ചയാളാണ്. അവരാണ് ഇന്ന് കാശ്മീരിലെ എല്ലാ ഭക്ഷണങ്ങളെയും പരിചയപ്പെടുത്തിയത്. കാശ്മീരിൽ പോയവർക്കറിയാം, നമ്മുടെ രാജ്യത്തും മറ്റെവിടെയും കാണാത്ത ഭക്ഷണ വൈവിധ്യം കാശ്മീരിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കല്യാണത്തിന് പോയാൽ 36 തരം വിഭവങ്ങൾ ഉണ്ടാകും ഒരു കല്യാണത്തിൻ്റെ വിരുന്നിൽ. അതിൽ 30ഉം മട്ടൻ വിഭവങ്ങളാണ്. നമ്മുടെ രാജ്യത്ത് മറ്റേത് സംസ്ഥാനത്ത് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു വൈവിധ്യം? അതുമാത്രമല്ല, ഈ 36 തരം വിഭവങ്ങൾ വിളമ്പുന്ന ഒരു കല്യാണത്തിൽ ഈ 36 തരം വിഭവങ്ങളൊന്നും കഴിക്കുക മനുഷ്യന് സാധ്യമല്ല. ആ ഒരു പരിമിതിയെ മറികടക്കാൻ അവർ നമ്മുടെ അടുത്ത് ഒരു കവർ കൂടി തരും. ആരും ബേജാറാവണ്ട, നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു കവർ തരും. ഇവിടെ വിളമ്പുന്ന ഭക്ഷണങ്ങളിൽ നമുക്ക് കഴിക്കാൻ പറ്റാത്തതെല്ലാം ആ കവറിലേക്ക് മെല്ലെ ഇങ്ങനെ മാറ്റി വെച്ചാൽ മതി. ആ മാറ്റിവെക്കുന്ന ഭക്ഷണം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ്. അങ്ങനെയാണ് അവിടുത്തെ ഒരു സംസ്കാരം. നമ്മുടെ ഇവിടെ ഒരു കല്യാണത്തിന് വന്നിരുന്ന് കവറിലേക്ക് മാറ്റിയാൽ അത് 2ാം തരം രീതിയാണെങ്കിൽ അവിടെ 1ാം തരം പരിപാടിയാണ്. ആ വീട്ടുകാർ തന്നെ നമുക്ക് കവർ തരികയാണ്. എന്തിനു വേണ്ടി? വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. വീട്ടിൽ നിന്ന് ഒരാൾ വന്നാൽ മതി, വീട്ടിലേക്കുള്ള എല്ലാവർക്കുമുള്ള ഭക്ഷണവുമായി നമുക്ക് തിരികെ പോകാം. അതാണ് കാശ്മീരിൻ്റെ പ്രത്യേകത. ഈ 36 തരം വിഭവങ്ങളിൽ 30ഉം മട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് മറ്റെവിടെയും കാണാത്ത കാഴ്ചയാണ് കാശ്മീരിലുള്ളത്. ഈ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെയുള്ള വിവിധ തരം ഭക്ഷണ വൈവിധ്യങ്ങൾ കാശ്മീരിനെ പരിചയപ്പെടുത്തിയത് ഒരു സൂഫി വര്യൻ്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞാൽ അതാണ് മനുഷ്യൻ്റെ വൈവിധ്യം എന്ന് പറയുന്നത്. നമ്മൾ ഏതു മേഖലയിലാണോ കഴിവുള്ളത് അതിൽ മികച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. കാശ്മീരിലെ ലോകത്ത് തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ഷോളിന് കാശ്മീരിലെ പശ്മിന എന്നാണ് പറയാം. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഷോളിൻ്റെ പേര് പശ്മിന എന്നാണ്. ഈ പശ്മിന ഷോളിൻ്റെ പ്രത്യേകത, ആ ഒരു ഷോളിന് മാത്രം, നമ്മളിപ്പോൾ ധരിക്കുന്ന ഇതുപോലെ ഒരു ഷോളിന് മാത്രം 10 ലക്ഷമൊക്കെയാണ് വില വരുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത ലഡാക്കിലെ -40 ഡിഗ്രി താപനിലയിൽ ജീവിക്കുന്ന ഒരു തരം ആടുണ്ട്. ചാങ്താങ്ങി ആട് എന്നാണ് അതിൻ്റെ പേര്. ഈ ചാങ്താങ്ങി ആടുകളുടെ രോമങ്ങളിൽ നിന്നാണ് ഈ പശ്മിന ഷാൾ നിർമ്മിക്കുന്നത് എന്നതാണ് പ്രത്യേകത. എന്താണ് ആ രോമത്തിൻ്റെ പ്രത്യേകത? ആ രോമത്തിനും പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ തണുപ്പിനെയും ചൂടിനെയും ഒന്നും അറിയാത്തവരായതുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാൻ അങ്ങനെ ചിന്തിച്ചാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ മിതശീതോഷ്ണ മേഖലയിൽ ജീവിക്കുന്ന ആളുകളാണ്. കാശ്മീരിൽ അങ്ങനെയല്ല. കാശ്മീരിൽ ഒരു 6 മാസം നല്ല തണുപ്പായിരിക്കും, മഞ്ഞുവീഴ്ചയായിരിക്കും. മഞ്ഞിലൂടെയാണ് അവരുടെ ജീവിതമുള്ളത്. ആ മഞ്ഞുകാലത്ത് ലഡാക്കിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും നമുക്ക് ജാക്കറ്റ് വേണ്ടി വരും. ഇങ്ങനെ നടക്കാൻ സാധിക്കില്ല. ഡൽഹിയിലെല്ലാം 5 ഡിഗ്രി വരെയാണ് താപനില വരാറുള്ളത്. ആ സമയത്ത് ധരിക്കുന്ന ജാക്കറ്റുകളല്ല ലഡാക്കിലെ -40 ഡിഗ്രിയിൽ ധരിക്കേണ്ടത്. ഡൽഹിയിൽ താമസിക്കുമ്പോൾ ജീവിക്കുമ്പോൾ ധരിക്കുന്ന ജാക്കറ്റുകൾ ലഡാക്കിലെ ഈ തണുപ്പിൽ നമുക്ക് സർവൈവ് ചെയ്യുക സാധ്യമല്ല. അപ്പോൾ ആ സമയത്തേക്ക് അതനുസരിച്ചുള്ള ജാക്കറ്റുകൾ വേണ്ടി വരും. അതുപോലെ ഇവിടെ ജീവിക്കുന്ന ഈ ചാങ്താങ്ങി ആടുകൾക്കും ജാക്കറ്റുകൾ വേണം. പക്ഷെ അതിന് പ്രത്യേകമായി സ്വാഭാവികമായും ആ സമയത്ത് തണുപ്പുകാലത്ത് പുതിയ രോമങ്ങൾ ഇങ്ങനെ വളർന്നു വരും. അവയുടെ സ്വാഭാവിക രോമങ്ങൾക്ക് പുറമെ ഈ തണുപ്പ് സമയത്ത് പുതിയ രോമങ്ങൾ വളർന്നു വരും. ഈ പുതിയ രോമങ്ങൾ തണുപ്പ് കഴിയുന്നതോടുകൂടെ അത് പൊയ്ക്കാൻ തുടങ്ങും. തണുപ്പ് കഴിയുന്നതോടെ നമുക്ക് ജാക്കറ്റ് ആവശ്യമില്ലാത്തതുപോലെ ഈ ആടുകൾക്ക് ഈ പുതിയ രോമങ്ങളും ആവശ്യമില്ലാതാകും. അതിന് ചൂടെടുക്കാൻ തുടങ്ങും. ആ സമയത്ത് ഈ പുതിയ രോമങ്ങൾ തണുപ്പ് കൂടുന്നതിനനുസരിച്ച് കൂടുതലായി വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കർഷകർ, ഈ ആട്ടിടയന്മാർ തണുപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് മലമുകളിലേക്ക് ഐസുമലകൾ താണ്ടി ഇങ്ങനെ സഞ്ചരിക്കും. അതനുസരിച്ച് ഈ ആടുകളുടെ രോമങ്ങനെ വളർന്നു വന്നുകൊണ്ടേയിരിക്കും. ഈ കാലാവസ്ഥ അവസാനിക്കുന്നതോടെ, തണുപ്പ് കാലം അവസാനിക്കുന്നതോടെ ഈ ആടുകളിൽ നിന്നും ഈ രോമങ്ങൾ ശേഖരിക്കണം, ഈ പുതിയ രോമങ്ങൾ ശേഖരിക്കണം. അതിനുവേണ്ടി കർഷകർ ഒരു ചീപ്പ് യൂസ് ചെയ്യും. ഈ ചീപ്പ് ഉപയോഗിച്ചാണ് ഈ ആടുകളിൽ നിന്നും ഈ രോമങ്ങൾ എടുക്കുന്നത്. എന്തുകൊണ്ടാണ് സാധാരണ ഈ ചെമ്മരിയാടുകളിൽ നിന്നും കത്രിച്ചെടുക്കുന്നതാണ്, കത്രിക ഉപയോഗിച്ചാണ് രോമങ്ങൾ ശേഖരിക്കുക. പക്ഷേ ഈ ചാങ്താങ്ങി ആടുകളിൽ നിന്ന് കത്രിച്ചെടുക്കാൻ സാധ്യമല്ല. കാരണം
ഇതിൻ്റെ പുതിയ രോമം പഴയ സ്വാഭാവിക രോമങ്ങളുമായി കലരാൻ പാടില്ല. കാരണം സ്വാഭാവിക രോമങ്ങൾക്ക് വാല്യൂ ഇല്ല, ഈ പുതിയ രോമങ്ങൾക്കാണ് വാല്യൂ ഉള്ളത്. അതുകൊണ്ടൊരു ചീപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ചീകിയെടുക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെയാണ് പുതിയ രോമങ്ങൾ കിട്ടുക. ആലോചിച്ച് നോക്ക്, ഈ കാഴ്ചകൾ ഞാൻ നേരിൽ കണ്ടപ്പോൾ അത്രമേൽ അത്ഭുതത്തോടെ നോക്കി നിന്ന കാഴ്ചകളാണ്. പക്ഷെ ഇങ്ങനെ ഒരു സാധ്യത കണ്ടെത്തിയത് 1300കളിൽ കാശ്മീരിലേക്ക് എത്തിയ ഷാഹെ ഹംദാനിയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ് എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹം അതിൻ്റെ സാധ്യത കണ്ടെത്തി, അതിൽ നിന്ന് ഷാളുകൾ നിർമ്മിക്കാം, അത് തണുപ്പ് കാലത്ത് നമുക്ക് ഉപകാരപ്പെടുമെന്ന് കണ്ടെത്തി. അങ്ങനെ ഒരു സാധ്യതയിൽ ജനിച്ച ഈ ഷാളിൻ്റെ പേര് കാശ്മീരിലെ പശ്മിന എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് അറബികളിൽ മിക്കവരും ഉപയോഗിക്കുന്നത് അത്തരം ഷാളുകളായിരിക്കും. ഒരു പക്ഷേ ആ നൂലുകൊണ്ട് നിർമ്മിച്ച തുന്നിയെടുത്ത ഡിസൈനുകൾ അതിൻ്റെ ഓരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് പൂർണ്ണമായും അതേ നൂലുകൊണ്ട് നിർമ്മിച്ചതിന് 10 ലക്ഷം 15 ലക്ഷം ഒക്കെയാണ് ഇന്ന് മാർക്കറ്റിൽ വില വരുന്നത്. അത് കണ്ടെത്തിയത് ഈ ഷാഹെ ഹംദാനിയുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരാളാണ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ പണ്ഡിതന്മാർ ആയിരിക്കെ തന്നെ മതപഠനങ്ങളിൽ മതമേഖലയിൽ അടിയുറച്ചു നിൽക്കെ തന്നെ സാംസ്കാരികമായും സാമൂഹികമായും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നത് കാലങ്ങളായുള്ള നൂറ്റാണ്ടുകളായുള്ള ചരിത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് തജിക്കിസ്ഥാനിലാണ് അദ്ദേഹം മറവിട്ട് കിടക്കുന്നത്. പിന്നീട് കാശ്മീരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ യാത്ര തുടർന്നു തജിക്കിസ്ഥാനിലെത്തി. അദ്ദേഹം അവിടെയാണ് മരണപ്പെട്ടത്. തജിക്കിസ്ഥാനിലെ കറൻസിയിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആലേഖനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഗാന്ധിജിയുടെ ഫോട്ടോ ഉള്ളതുപോലെ തജിക്കിസ്ഥാനിലെ ചില കറൻസികളിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുണ്ട്. ആലോചിച്ച് നോക്കൂ, അപ്പോൾ ഒരു മതപണ്ഡിതന്, ഒരു സൂഫി വര്യന് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ സാമൂഹികമായും സാംസ്കാരികമായും എല്ലാം സംഭാവനകൾ നൽകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്കും വിവിധ മേഖലകളിൽ സംഭാവനകൾ നൽകാൻ സാധിക്കും. കാശ്മീരിലെ മനോഹരമായൊരു പള്ളിയുടെ പേര് ഹസ്രത്ത് ബൽ എന്നാണ്. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുക ഹസ്രത്ത് ബാൽ പള്ളി എന്നാണ്. ഹസ്രത്ത് ബാൽ പള്ളിയല്ല, ഹസ്രത്ത് ബൽ പള്ളി എന്നാണ് ആ പള്ളിയുടെ പേര്. ബാൽ എന്നാൽ മുടി എന്നാണ് അർത്ഥം, ബൽ എന്നാൽ സ്ഥലം എന്നാണ് അർത്ഥം. കശ്മീരി ഭാഷയിൽ ബൽ എന്ന വാക്കിൻ്റെ അർത്ഥം സ്ഥലം എന്നാണ്. ഹസ്രത്ത് ബൽ എന്നാൽ വിശുദ്ധ സ്ഥലം എന്നാണ് ആ പള്ളിയുടെ പേര്. അവിടെ ഷെഹറെ മുബാറക്ക് മാത്രമല്ല ഉള്ളത്, വിവിധ ആസാറുകളുണ്ട്. അതുകൊണ്ടാണ് ഹസ്രത്ത് ബൽ എന്ന പേര് വരാൻ കാരണം. എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? ഈ ഹസ്രത്ത് ബൽ പള്ളിയിൽ ഒരു 5 മാസക്കാലം അവധിയായിരുന്നു. അങ്ങോട്ട് ഉള്ളിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. 5 മാസം കഴിഞ്ഞത് തുറന്നപ്പോൾ അതിൻ്റെ ഉൾവശം മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. വിവിധ വർണ്ണങ്ങളാൽ അതിൻ്റെ ഇൻറ്റീരിയർ പൂർത്തിയാക്കിയിരിക്കുന്നു. ആ ഇൻറ്റീരിയർ പൂർത്തിയാക്കിയത് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് കാശ്മീരിൽ മാത്രമുള്ള ഒരു തരം ആർട്ട് ഉപയോഗിച്ചാണ് അതിൻ്റെ ഡിസൈൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ അതിൻ്റെ ഉൾവശം നിങ്ങൾക്ക് മനോഹരമായി കാണാൻ പറ്റും. അത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് പേപ്പർ മാഷി അല്ലെങ്കിൽ പേപ്പർ മാഷ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ആർട്ടാണ് അതിൽ അവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ പേപ്പർ മാഷി എന്ന് പറയുന്ന ആർട്ട് നമ്മുടെ നാട്ടിൽ കളിമണ്ണ് കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ വേസ്റ്റ് പേപ്പറിൽ നിന്ന് രൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആർട്ടിൻ്റെ പേരാണ് പേപ്പർ മാഷി എന്ന് പറയുന്നത്. ഈ വേസ്റ്റ് പേപ്പറുകൾ വെള്ളത്തിൽ കുതിർത്തിയിട്ട് അത് കളിമണ്ണ് പോലെ രൂപപ്പെടുത്തി അതിൽ നിന്നും രൂപങ്ങൾ ഉണ്ടാക്കുന്ന മനോഹരമായ ആർട്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന സ്ഥലം കാശ്മീരാണ്, നമ്മുടെ രാജ്യമാണ്. ഈ പേപ്പർ മാഷി ആർട്ട് ഉപയോഗിച്ചാണ് ഹസ്രത്ത് ബൽ പള്ളിയുടെ അകത്തളം ഇന്ന് മനോഹരമാക്കിയിരിക്കുന്നത്. അത് കാശ്മീരിനെ നമ്മുടെ രാജ്യത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഷാഹെ ഹംദാനിയുടെ ഒരു ശിഷ്യനാണ്. ആലോചിച്ച് നോക്കൂ, ഈ 700 ശിഷ്യന്മാരുമായി വന്നൊരു മനുഷ്യൻ 700 പേരും ഓരോ മേഖലകളിൽ കഴിവുള്ളതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഏറ്റവും മനോഹരമായ സംസ്കാരങ്ങളെയും ആർട്ടിനെയും കലാരംഗത്തെയും പരിപോഷിപ്പിക്കാനും അത് നിലനിർത്താനും ഒരു മനുഷ്യന് ഒരു സൂഫി വര്യന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എല്ലാ അർത്ഥത്തിലുമുള്ള സംവിധാനങ്ങളോടെ ആധുനിക രീതികളിൽ ജീവിക്കുന്ന നമുക്ക് തീർച്ചയായും അത്തരം പുതിയ സംസ്കാരങ്ങൾക്ക്, മനോഹരമായ രീതികൾക്ക് നമ്മുടെ കഴിവ് ഉപയോഗിച്ച്, നമ്മുടെ സ്കിൽ ഉപയോഗിച്ച് രൂപപ്പെടുത്താൻ സാധിക്കും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമയത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഓതി വെച്ച ആയത്ത് ഈ വേദിക്ക് സമർപ്പിക്കുന്നു. അഫലം യൻദുറു ഇല സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹ
وزيناها وما لها من فروج وآخر دعوانا الحمد لله رب العالمين. السلام عليكم.